ഉം. എത്ര രൂപ കിട്ടും അതിനനുസരിച്ച് ടാക്സ് ആവും അല്ലേ? കൂടി ഓക്കെ. ഹലോ ഹലോ. താഴെ ഇട്ടേടാ മൈക്കെടുത്ത്. പറ. ഇല്ല ഞാൻ എന്ത് പറഞ്ഞിട്ടൊന്ന് ശമ്പളത്തിന് ഇതിനനുസരിച്ച് ടാക്സ് കൂടുമല്ലേ? ആ എല്ലായിടത്തും അങ്ങനെ. അൻഷാദ്. ഞാൻ അൻഷാദിന് വേണ്ടി പ്രത്യേകമായിട്ട് ലൈവൊക്കെ ഇട്ടു. ഞാൻ അൻഷാദിന് പ്രത്യേകിച്ച് ലൈവ് ഇട്ട്. എന്ത് ചെയ്യാം, പാവം പോയി നോക്കിയപ്പോൾ ആരെയും കളിക്കാൻ കണ്ടില്ല. എന്താ? ആ സോറി, അറിഞ്ഞൂടാ. പാവം ഞാൻ. ഓരോരുത്തരുണ്ട്. പുല്ലു. എല്ലാം ചെയ്തു. ഏത് ഉദ്ദേശിച്ചത്? പുല്ലു. എന്നെയും കൺഫ്യൂസ് ആക്കി. അതിലേത്? ലോങ് ജമ്പിൻ്റെയോ? അതൊക്കെ ഡൗൺലോഡ് ആണ്. ദൂരം ചാടാൻ പറ്റുന്നത് ഇതല്ലേ? ഇത് തന്നെ. ഫാർ ജമ്പ്. ചെസ്. എനിക്കവിടെ ടെലിപ്പോർട്ട് ചെയ്യാൻ ഇതൊന്നല്ലോ.
തീർക്കാൻ പോണങ്ങ്. ആഗ്രഹം മാത്രം. ആ കാറ്റ്. ഇത് കുറച്ചും കൂടെ മുകളിലോട്ട് പോകണം. ഏതാ? ഏത്? ആ, അത് വന്നിട്ട് ഏതോ ഗെയിമിൻ്റെ അല്ലടാ. ഗെയിമിൻ്റെ അല്ലേ? ഗെയിമിൻ്റെ ആണോ? ഞാൻ വാങ്ങിച്ചു, ഞാൻ നോക്കിയില്ല. കണ്ടു കൊള്ളാൻ വാങ്ങിച്ചു. നന്നായി. അതെന്താ ആനിമേറ്റഡ് എന്തായിരുന്നു? ഓ, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ആ, യൂട്യൂബിൽ. നിനക്ക് കാണണ്ടേ എൻ്റെ ഇത്? വരുവോടോ? ആ സാധനം കൊണ്ട് എൻ്റെ കയ്യിൽ പുല്ല്. അത് എന്തൊക്കെയോ പ്രശ്നം, ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ചില്ലല്ലോ. നോക്കട്ടെ. സബ് കൗണ്ടുണ്ട്, ഇവിടെ ആയിട്ട് വരും. ഒരു ഉണ്ടായിരുന്നു. ഇല്ല, അത് ആദ്യം അങ്ങനെ തന്നെ. ചെയ്യാം. ആ ആ, എബിലിറ്റി വാങ്ങണം. പൂ പറിക്കണ മിഷീനാ, അതൊക്കെ കഴിഞ്ഞ്. ആ ആ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. നിങ്ങളല്ലേ അങ്ങോട്ട് പോയാ? അങ്ങോട്ടല്ലേ പോകേണ്ടത്? ഹാങ് ചെയ്ത് ഇറങ്ങാൻ പറ്റും കൊള്ളായിരുന്നു. എസ്.
300 മീറ്റർ ഓടിക്കുക. ഏത്? ആ, വാൾ ക്ലൈംബ് ആണോ? ആ ആ, അത് തന്നെ. അത് തന്നെ സാധാ സ്ലൈഡ്. സ്ലൈഡ് ഒരെണ്ണേ ഉള്ളൂ, അത് വാങ്ങാനും പറ്റത്തുള്ളൂ. താഴെയാണോ? ഓക്കെ. വെപ്പം മാറിപ്പോയി അമ്പം വില്ല്. എടാ മുകളിൽ തന്നെ, നിങ്ങൾ താഴേന്ന് പറഞ്ഞാൽ താഴോട്ട് വന്ന്. എനിക്ക് കിട്ടിയല്ലോ. ഇല്ല, അവൻ്റെ കിട്ടി. അത്ര ഒന്നുമില്ല. കഥവ് തുറക്ക്. അമ്പം വെച്ച് മുകളിലെടുത്തോണ്ട് ഞാനിപ്പോൾ അമ്പ് വെച്ച് പോലെ എല്ലാവരെയും. ഞാൻ 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 അമ്പ് വെച്ചു. അത് ഏത് ബട്ടൺ ബട്ടൺ മറന്നുപോയി. എയിം ചെയ്യേണ്ടത്. ആ, കൺട്രോൾ. ഞാൻ മുകളിൽ നിന്ന് ഒരു കുന്തോട് തെറിഞ്ഞായിരുന്നു ഒരുത്തര. അങ്ങനെ ഒരുത്തൻ പോയി തെറിച്ചു പോയത്. ഓ, മരം നിൽക്കണം അവിടെ.
അതില്ല. ആ എനിക്കും ഉണ്ട്. ഞാൻ ചുമ്മാ അടിക്കാൻ വന്നത്. ഇതാണോ മിഷൻ? അത് പീസ് കീപ്പർ അവനെ കൊന്നാ നിങ്ങള്? പാവ എന്നെ സഹായിച്ചോണ്ടിരുന്നത്. ഓ ഞാനും അറിയാതാ എനിമി നേരിച്ച് അടിച്ച് കുറച്ച് ഹെൽത്ത് കുറച്ച് വെച്ചിരുന്നത്. നീ അത് ഒറ്റയടി കൊന്നിട്ട് പോയി. ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് മിഷനാണോ, ഞാൻ ചുമ്മാ ഓടി വന്നു. പീസ് കീപ്പറാണോ? ഓക്കെ. ഓൾ പ്ലേയേഴ്സ് റിക്വയർഡ്. കം ഓൺ മുള്ളോ. ഓൾ പ്ലേയേഴ്സ് റിക്വയർഡ് മുള്ളി. ഡോറിന്റെ അപ്പുറത്ത് 3 മീറ്റർ വിടുന്നോ? നമുക്കും ഒരു ടീമിനെ വാങ്ങിയാലോ? ആൾക്കാരെല്ലാം മാറ്റിക്കാണ്. ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ ഇരിക്കാം പാവൻ. ഒന്നുകൂടെ കാം ചെയ്താലോ?
GR. കിട്ടി കിട്ടി. എനിക്കൊന്നും ആയില്ല. എനിക്ക് രണ്ടു ഭയങ്കര ഹെൽത്ത് കുറവാണല്ലോ. ഞാൻ ഹീൽ ചെയ്തു, അവനെ ഹീൽ ചെയ്തു. ബാ അടുത്തോ. ലവാ ലവൻ. ഓ ലവൻ. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, അത് കൊള്ളാം. MNS VR ആ? അൻഷാദേ പറയടാ, ഏതെടുക്കണം? ഏത്? നീ പറ ഏതെടുക്കണം. ഏതെടുക്കേ? പാർക്കോർ ആയില്ല, അത് കുറച്ചും കൂടെ ഉണ്ട്, ഒരു തുള്ളിയും കൂടെ ഉണ്ട്. ഇത് ഒരെണ്ണായി, ഇതായി. ഇല്ലേതെടുക്കേ? എല്ലാം കണക്കി തന്നെ. ഇതാ എടുത്ത്. ആ കളി എന്താടാ? തോറ്റാ ജയിച്ച?
എന്നെയും പിടിച്ച്. എനിക്ക് ചെയ്സ് എൻ്റെ ഞാൻ അമ്പിട്ട് വന്നു ഹൗൾ പറഞ്ഞ. എൻ്റെ അടുത്ത കളി. നിങ്ങളെവിടെ എത്തി? നിങ്ങൾ 300 മീറ്റർ അപ്പുറത്താ. ഞാൻ എങ്ങോട്ടോ പോണു. ഞാനാ ആകാശത്ത് നോക്കി നോക്ക്. ഞാൻ ആകാശത്തുണ്ടോ? വേണ്ട. തളരണ്ട, നമുക്ക് പോവാം, മിഷൻ തീർക്കാം. കമോൺ ഫാസ്റ്റ്. ഓക്കെ, കൊല്ലാനാണ് ഇവന്മാർ. ഓക്കെ, വേറൊരുത്തിനെ കൂടെ ഞാൻ കണ്ടായിരുന്നല്ലോ. അവിടെ ഒരുത്തൻ. ഓൾ പ്ലേസ് റിക്വേർഡ്. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തില്ല.
അൻഷാദ് ഏതെടുക്കണോടാ? സ്കില്ല് എന്താണെന്നൊക്കെ. ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണ പുഷ്പം. പോടാ, കമൻട്രി ഉണ്ട്. എനിക്ക് സൗണ്ട് ഇല്ലടാ, സത്യം പറ. Have they been attacked? അത് 12 ഇറങ്ങും. 11 के कहाँ कहाँ जाना है? വണ്ടി ഓടുന്നാണോ ഓട്ടിക്കാൻ പറ്റുന്നാണോ? ചുമ്മാ അമ്പൊരിക്കലാണ് കൊല്ലാന്ന് ചോദിച്ചാൽ അയ്യോ അയ്യോ തട്ടിയിട്ട്, അയ്യോ തള്ളിയിട്ട്. ചാവ സമയമില്ല. ഹലോ മൈ ഡിയർ. യെസ് യെസ് യെസ്. ഇല്ലടാ ഇവിടെ നിങ്ങളോടൊന്നും. ഞാൻ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളെല്ലാം പോയാ? ആ എല്ലാ കളർ ഞാൻ അവിടെ ഉണ്ടല്ലോ, യെല്ലോ കളറിൽ. ഇല്ല ഞാൻ ചുമ്മാ അങ്ങോട്ട് ഓടിയത് യു വി കണ്ടപ്പോൾ.
അകത്തുണ്ട് അകത്തുണ്ട്. നിങ്ങളെങ്ങനെ പുറത്തു പോയി ഞാൻ വന്നപ്പോൾ? പവർ ഓഫ് എ ഹോസ്റ്റ്. ആ കാലിടെ ഇളകുന്നില്ല. ഇല്ല. ഇത് ഫുള്ള് ബഗ്ഗാണല്ലോ ഇത്. ആ ഇതെന്ത് സാധനം? ആ എന്താ ഞാൻ തള്ളി സൈഡിലോട്ടാക്കി അവനെ. അതെങ്ങനെ ചെയ്യാൻ അറിയാതെ? താനെ പറഞ്ഞാണോ ഞാൻ ചെയ്യണാണോ? ഞാൻ ഹോളറിന് ഒന്നും കൂടെ നടിച്ചിട്ടു. ആയോ? ഇങ്ങോട്ട് പോകണ്ട. അങ്ങോട്ടാണോ പോകാൻ സ്ഥലമില്ലേ? ഭയങ്കര slow. ആര്? അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ ചാടിച്ചത്തേ. എന്റെ തൊട്ട് ഫ്രണ്ട്ലി ഹൗളർ. അല്ലേ? ഇല്ലില്ല. ആ ഓക്കെ ചത്ത്. ആ കുറച്ച് കുറച്ച്. ഇല്ല 5 സെക്കൻഡ് എന്തോ. 5 ഇല്ല അത്രയും പോവും. ഞാൻ എവിടെയോ എത്തി. ഞാൻ ഏതോ കാട്ടിലെത്തി. നിങ്ങൾ എന്നെക്കാളും 500 മീറ്റർ അപ്പുറത്താ. ഇത് ഏത് സ്ഥലം? ഇത് ആദ്യമായിട്ടല്ലേ ഇവിടെ പറഞ്ഞത്? ഇല്ല ഇത് ഞാൻ വേറെ എവിടെ എത്തി.
ഏത് സ്ഥലം? ഇല്ല അത് ടോർച്ച് ഓണാണ്. ഇല്ല ഇത് ഏതോ വെള്ളമുള്ള ഏതോ സ്ഥലത്താണ്. ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. എടാ വാടാ. എന്നെ കളി ഇതേ സ്ഥലമൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ടെലിഫോർട്ട് ഇല്ല എനിക്ക്. ഇപ്പൊ 600ആയി. ആ ഇവിടെ ഞാൻ ചേസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഓടിക്കൊണ്ടിരിക്കണം. ഇവിടെ വൈന് അയ്യോ ഇവിടെ വൈന് വെച്ചിരിക്കണ തറയത്രയും പുല്യമാര്. ഒന്നും കാണില്ലേ. വെള്ളത്തിന്റെ അടിയിലും മൈനാ. സൂപ്പർ. ഇത് ഫോണെല്ലായിടത്തും മൈനാണല്ലോ. ഞാൻ ഓ ഞാൻ ഞാൻ ഇവിടെ ബോർഡറിൽ നിൽക്കണ്. മാപ്പ് എടുത്ത് നോക്കി നോക്ക്. ഓട്ടോ പ്ലാന്റ് ഞാൻ ഡാമിൻ്റെ അടുത്തിരിക്കുന്നു ഇവിടെ. അതിനാ ഇതിനു മുമ്പ് ഞാൻ ഡാം കണ്ടിട്ടില്ല ഇതിൽ. ഓ നൈറ്റ് ടൈം ബോണസ്. ഡാമിൻ്റെ അടുത്ത്. ചവിട്ടുന്നില്ല. ഇല്ല ആദ്യമായിട്ട് ഇങ്ങോട്ട് വരണം. ഇനി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വേറെ വഴി ഉണ്ടെന്നാ. എവിടെയാണ്? അല്ല അത് നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. ഇത് എവിടെയൊക്കെ ഞാൻ ഓടണു?
ഇവിടെ പോകണമെങ്കിൽ ഇവിടെ കൂടെ കയറി ഇതുവഴി കറങ്ങി പോകണം. എന്നാ എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വന്ന് ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടില്ലല്ലോടാ. പക്ഷേ നമ്മളിവിടെ വന്നിട്ടില്ലല്ലോ ഇതുവരെ. ഇവിടെ തറയും മൊത്തം മൈനാണ്, നോക്കി ഓടിക്കൂ. വെള്ളത്തിൻ്റെ അകത്ത് മൈൻ. ഇല്ല നീ ഞാനാണോ? അല്ല ഞാൻ നോക്കണ പറയുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കൂല, അതുകൊണ്ട് ഞാൻ അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടിരുന്നു. ഇവിടെ ജി ആർ ഉണ്ട് തൊട്ടടുത്ത്. ഞാൻ നിൽക്കുന്ന തൊട്ടടുത്ത് ജി ആർ ഉണ്ട്. ഇന്ന സ്ഥലത്താക്കി. ആ ഇവിടെ ഒന്നല്ലേ? ഞാനുണ്ട്. തുറക്കാൻ പറ്റണല്ലോ ഇത്. ഞാൻ തെറ്റി. അത് തുറക്കാൻ പറ്റില്ല. ഒന്നുമില്ല. മൂട്ടിയിട്ട് പൊട്ടിക്കാൻ ഇല്ല. മറ്റേ ഗ്യാസ് ക്യാൻ. ഇത് തുറന്നാ നിങ്ങള്? എനിക്ക് വരുന്നില്ലല്ലോ. ഇതൊന്നല്ല. അതൊക്കെ ഞാൻ മുകളത്തെ പെട്ടി നിങ്ങൾ ലോക്ക് പിക്ക് ചെയ്തോണ്ടൊന്ന് തുറന്നോ ചോദിച്ചത്. എനിക്ക് അടച്ച ട്രെയിൻ. എന്താ ഞാൻ എടുക്കാന്ന്?
സീരിയലില് നോ വേ. ഞാൻ അത് ഓപ്പൺ ആക്കി 1.30 ലക്ഷം ഉള്ളല്ലോ മറ്റേ ഓ മറ്റേ എന്നെ വിളിച്ചിട്ട് സൂര്യന്റെ നേവിന്റെ തുടങ്ങുമ്പോൾ തന്നെ 3 ലക്ഷം. ഞാൻ ഹെവി അറ്റാക്ക്. ഫേസിന് ഓ ഇവൻ ചത്തില്ലേ? G2 ഉണ്ട്, പക്ഷേ ഇപ്പത്തെ G2 തീർച്ചയായതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യാം. കെന്നിയസ് ഒക്കെ കളിച്ചിരുന്ന G2 ഇല്ലേ, കെന്നിയ ഗ്രാഫിക്സ് എക്സ്ട്രീം ആ ടൈമിൽ പിന്നെ ആയിട്ടുള്ളൂ. ക്ലൗഡ് 9 ഉണ്ടായിരുന്നു, ടാരിക്കും പഴയ അഷ്റഫും മറ്റല്ല മെമ്മോറിയ വെച്ച്. ആ മേജറും ഉണ്ടാല്ലേ, രണ്ട് മേജറിൽ ആ മിക്കോ ആ അവരുണ്ട്. ഈ ആസ്ട്രാലിസിനെ കണ്ട 4 മേജർ ജയിച്ചു എന്ന് പറയോ? ക്ലച്ച് മാസ്റ്റർ ഏറ്റവും CS ല്ലേ, ഏറ്റവും ക്ലച്ച് ഉള്ളവനാണ്. അത് തന്നെയായിരുന്നു മറ്റേ ഷോക്സ് ആണ് വരുന്നത്. ഈ നാവിയാണ് എല്ലാ മേജർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ടീം. അതേപോലെ മറ്റേ ഗ്രിബ്രിയ എടാ സിമ്പിള് പ്രാന്തന്, പക്ഷേ ഈ മേജറിൽ സിമ്പിള് കാരണം തോറ്റ്. അവൻ തന്നെ പറഞ്ഞു ആരും മൈൻഡാണ്. എടാ എടാ 0.8 ഇത് റേറ്റിംഗ് ഒക്കെ. ഏത് തോക്ക് കിട്ടിയ $721 ഓ. എന്തോ അടിക്കുന്നില്ല നിനക്ക്.
ഡാമിന്റെ എവിടെയാ നമ്മള്? ഇതെവിടെ? എടാ ഇതാ പറഞ്ഞില്ലേ ഞാൻ കേറുന്നു നേരത്തെ ഓ കേറി. ഓ അതെ ഓക്കെ ഓക്കെ. ഇനി കാര്യമില്ല, നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അത് ആദ്യം കാണിക്കണ ആളാണോ? അതൊക്കെ ലവാന്റെ കൂടെ ഉള്ളത് അയാളല്ലേ കറുത്താന്ന് പറഞ്ഞത് ലവാൻ പറഞ്ഞിട്ടൊന്നും അതല്ല ഓ ഇതാ ഡെലിവറി ആണ്. എവിടെയോ ടെലിപ്പോർട്ട് ആവുന്നു. അടിച്ചു പോയല്ലോ. ഉള്ള പറ ഒരു സെക്കൻഡ് ഇല്ല, ലവാൻ ഇതെല്ലാം അടിച്ചു പോയാ? നിന്റെ കൂടി ഉം. ആ ബ്ലഡ് ഫ്ലോട്ട് ആയി കിടക്കുന്നുണ്ട്. അതെ മയില് അതൊന്നും അത്ര അടിപൊളിയായിട്ട് കൊണ്ടുപോയ സീരീസാ ലാസ്റ്റ് ബോസിനെ കാണിക്കില്ല ഒരു സെക്കൻഡില് ബോസ് തീരും എന്ത് വിട്ടേന്നു ഏതെടാ ഒന്നധികം ഒന്നും റിവീൽ അതിലേത് ബോസാ പറയുന്നത്? ലാസ്റ്റ് ഒരു മുടി ഇതില്ലേ അതെ അതെ ലാസ്റ്റ് ഒരു മുടി വളർത്തിയ ആളുണ്ട് അയാള് കൊറേ ആ ആ ആ അയ്യോ എനിക്ക് അയാള് സീനുണ്ട് അയാള് ഭയങ്കര വലിയ സീനാണ് അയാള് ഭയങ്കര എന്തോ വലിയ പ്രീസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എടാ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ലേ ഏത് ആ ടൈപ്പ് പറയുന്നത്. എടാ ലാസ്റ്റ് എന്നിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊണ്ടുവന്നു അതല്ല ലാസ്റ്റ് ലാസ്റ്റ് മറ്റേ കാറി കയറുന്ന സീനല്ലേ? എടാ അതല്ല എടാ ആ അതിനൊക്കെ മുമ്പ് ലാസ്റ്റ് മറ്റേ എടാ പിരമിഡില് ബോസിനെ കാണിക്കില്ല ആ ഈജിപ്തില് ആ ഇത് ആ ഓ ഞാൻ എവിടെ വെച്ച് പോയി 55 മീറ്റർ ഞാൻ എവിടെ എത്തി ഈ സ്പോൺ വൃത്തിയുണ്ടില്ല, ഉള്ളിക്ക് എത്ര നടക്കണ ഷിപ്പിന്റെ. ഞാൻ വെള്ളത്തിൽ വീണ്. ഞാൻ പറന്നു വന്നേന്ന് കഷ്ടപ്പെട്ട്, ആ കമ്പി കുടുങ്ങി അവിടെ. കേറാനും വഴിയില്ലൊരു അത്. ഷൈനി പോക്കിവൻ. നീ മാക്സിലെന്തോ ഇത് കിട്ടി ആ അക്ഷര നീ പറഞ്ഞത് ഷൈനി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോക്കിയാണ്. മാസ്റ്റർ ആയല്ലോ ഓ ഏ, ക്ലോസൺ ആയല്ലോ ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ അത്ര ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് അത്, ഡയമണ്ട് പേള്. ഡയമണ്ട് പേളിലാണോ മറ്റേ ഡാർക്ക് റൈഡ് സിനിമ പറഞ്ഞത്? റൈസ് ഓഫ് ഡാർക്ക് റേ. റൈസ് ഓഫ് ഡാർക്ക് റേ ഡയമണ്ട് ആൻഡ് പേളിലാണോ? സ്റ്റേഡിയം ഒക്കെ കാലി. പകുതിയായി അങ്ങനെ തന്നെ വേണം. ബ്രസീല് വൃത്തികെട്ട ക്രൗഡ് കേട്ടോ, വൺ സൈഡഡ് ആയി പോയി. മറ്റേ യൂറോപ്പിലെല്ലാരും വരും എടാ യൂറോപ്പിൽ മറ്റേ ആരെങ്ങനെ ഫേസും വന്നാലും നാവിയും ഫൈനലായപ്പോലെ എന്ത് അടിപൊളിയായിരുന്നു. ഫേസിന് കറക്റ്റ് ഇത് കട്ടക്ക് അതാണ് ആ കിട്ടക്കായിരുന്നു. yeah. ഇത് സെന്ററിൽ കൊണ്ടിട്ടിട്ട് ചുറ്റും സൗണ്ടും കേൾക്കും.
കാണാൻ സുഖമുണ്ട്. ട്രോഫി മറ്റേ കൊളോങ്ങിന്റെ പോലത്തെ ഉണ്ട്. ഇവരുടെ ട്രോഫി ഇതാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മേജർ ട്രോഫി അടിപൊളിയല്ലേ? മറ്റേ നാവി ജയിച്ചത് PGL എഴുതിയിട്ട് അതൊക്കെ അടിപൊളിയാ. അത് ഭയങ്കര ഫയർ മോൾട്ടോവും അതടിപൊളിയാ. ഇത് വല്ല ചായ സാധാരണ ട്രോഫി ഫാളനാണല്ലോ കൊണ്ടുവരുന്ന ട്രോഫി. ഫാളൻ പാവ കുഴപ്പമില്ല അയാള് ഗോഡ് ഫാദർ ഓഫ് ഓപ്പൺ. ഇവിടെ ഒരു ഡോർ തുറന്ന് ഇവിടെ ലൂട്ട് എടുത്തിട്ട് അയാൾ ഞാനുണ്ട് അതാ നീ മോനെ കാട്ടണം. സൈഡിട്ടോ പാവം ഞാൻ. ഔട്ട്സൈഡേഴ്സ് പുറത്തുള്ളവർ. ജയിക്കും. അവന്റെ ക്ലിപ്പ് മാത്രമേ അയാള് മീമാണ്. സേവ് ചെയ്യാൻ എപ്പോഴും ചെയ്യും ടൈം എല്ലാരും ചാറ്റ് സേവ് ചെയ്യും. അയാളെപ്പോഴും സേവ് ചെയ്യും. എന്നിട്ട് സേവ് ചെയ്തില്ല. ആ ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. അത് ആ റൗണ്ടിൽ അയാൾ സേവ് ചെയ്യില്ല. അയാളിത് നോർമൽ ഇതിന്റെ അഗേൻസ്റ്റ് ചെയ്യണേന് വരെ ക്ലച്ച് ചെയ്യാൻ ട്രൈ ചെയ്യും. ഇവരില്ലേ ഈ ഔട്ട്സൈഡേഴ്സ് എങ്ങനെയാണെന്നറിയോ? ഒരാള് ചത്ത് സൈറ്റ് പോയി കഴിഞ്ഞാൽ അവരപ്പം തന്നെ സേവ് ചെയ്യും. അപ്പൊ അവരുടെ എക്കണോമി ഒരിക്കലും ബ്രേക്ക് ആവൂല. നേരെ ഓപ്പോസിറ്റാ. സേവ് പറഞ്ഞ പരിപാടിയില്ല. അതെനിക്കിഷ്ടം. എനിക്കതാ ഇഷ്ടം. സേവ് ചെയ്യാതെ ഇതായിട്ട് പോവാ. ഇവർക്ക് അഗേൻസ്റ്റ് കളിക്കാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ്. എപ്പോഴും മിറാജും ഉണ്ടല്ലോ ടെൻഷൻ അടിച്ചിട്ട് കൊണ്ടാരടിക്കും. ഈ നാവിയെ ഫുള്ള് സ്റ്റാറ്റ് ഇവന്മാരുടെ മിറാജ് സ്റ്റാറ്റ് ഭയങ്കര സീനാണ്. CT സൈഡൊക്കെ മൊത്തം സ്റ്റാറ്റ് ഇവന്മാരുടെ. പക്ഷെ എന്തോ ഇത് സിമ്പിൾ ഫോം ആയിരുന്നില്ല. ബാക്കി എല്ലാവരും നന്നായി കളിച്ചു. സിമ്പിൾ 11 കില്ല 13 കില്ലൊക്കെ. സാധാരണ 27-30 നിൽക്കുന്നത്. ഓപ്പ് ഷോട്ട് എല്ലാം മിസ് ചെയ്തു. ടോട്ടല് മറ്റേ ഏൻഷ്യന്റില് 2 കില്ല എന്തൊക്കെ എടുത്തു. അങ്ങനെ ഓപ്പ് വെച്ചിട്ട് ഫുള്ള് മിസ്. മറ്റേ ബിറ്റും പെർഫെക്റ്റ് ഇലക്ട്രോണിക് ക്യാരി ആയി. ബിറ്റിന് പേടിയില്ല. അവൻ 19 വയസ്സല്ലേ. അവൻ ഒന്നും നോക്കില്ല. സൈറ്റ് അവൻ്റെ ഒരു സൈറ്റ് കയറാൻ പറഞ്ഞാൽ അവൻ കയറും. ഭയങ്കര അതും ഹെഡൊക്കെയാണ് ടീം. പിന്നെ ഇലക്ട്രോണിക് ആണെങ്കിൽ ഒന്നും പറയണ്ട. അവൻ്റെ റീകോയിൽ കൺട്രോള് AK വെച്ചിട്ടുള്ളത് എൻ്റെ പൊന്നു എന്ത് കൺട്രോളാണ്. എത്ര ലോങ് ആണെങ്കിലും ആവില്ലേ സ്പ്രേ ചെയ്തിട്ട്. പിന്നെ വൺ ടാപ്പും ഇല്ല. ഓഫറിനെയൊക്കെ ചുമ്മാ ടാപ്പൊക്കെ ചെയ്തു. പിന്നെ IGL അവന് ട്രെയിലറാണത്. അവർ നടന്നു കൂടിയാണല്ലേ. മഞ്ഞ കളറിലൊക്കെ ഗ്രാൻഡ് ഫൈനൽ. മറ്റേ ലോബാന്റെ ലൈവാ കാണാൻ ഇടയ്ക്ക്. അവൻ അടിപൊളിയാ. ESL കാട്ടി ESL ചെയ്യണ ലൈവ് അവൻ ഇത് ചെയ്യും. Reason. I want to make sure this city is safe, no matter what. 50-50 crowd. സൗണ്ട് ഒന്നും ഇല്ല അവന്മാർക്ക്. Maya will share our plan with you. Go see her as soon as you can.
ജെയ്മി നോക്കണം And നോക്കി. Aiden, you don't have to call me Only sir. map one. To friends, I'm Jack. Okay. Jack. Heroic എനിക്ക് സ്ട്രീം ലോഡ് ആവണല്ലോ, എന്താണെന്നറിയില്ല. കളി ഇതായുണ്ടായത്. നിർത്താം. നിർത്താണോ? നിമിഷം കഴിഞ്ഞല്ല, അതാടാ നാളെ കളിയും. ഞാൻ കളി കാണട്ടെ. റോജാ റോജാ എന്താ കോളില്ല. ഞാൻ അവളുടെ അറിയാം. എല്ലാരും കരയാണ്. ഇയാള് സൂപ്പറാ. ഈ യാബി ഈ ഹീറോയിക്കല് ഒടുക്കത്തെ കളി 19 വയസ്സുള്ളൂ. ആ അതന്നെ യാബി JABBI. ഓ കാഡിയൻ അടിപൊളി കളിയാന്ന് തോന്നുന്നു. അടിപൊളിയാ, പക്ഷെ എനിക്ക് അയാള് ഇഷ്ടമല്ല. ക്ലച്ച് ചെയ്യും. ഹലോ CSGO ഏത് ESL അല്ലേ? ഫ്രണ്ടിലെല്ലാം കാലി ബാക്കിൽ കുറച്ചിരിക്കുന്നു.
1000 ഉണ്ടോ? ഇത് വാങ്ങിയത് എടാ പോടാ ഫുള്ള് കളഞ്ഞിരുന്നു. എനിക്ക് ഏജന്റിന് ഇനിയും വിഷയമില്ല. അവൻ പക്ഷെ കുറെ sticker മേടിച്ചിട്ടുണ്ടല്ലോ. എടാ അവൻ 2021 വാങ്ങിയത് നഷ്ടമായി. അന്ന് നീയല്ലേ സ്റ്റിക്കർ വാങ്ങിച്ചത്? 2-3 തുറന്നത്. ഇല്ല, അവിടെ അൻഷാദല്ലേ അന്ന് വാങ്ങിച്ചത് ഇരുന്ന് ഞാൻ പറഞ്ഞിട്ട്. 3 തുറന്നത്. ഹായ് CS:GO ലൈവ് എൻ്റെ യൂട്യൂബിൽ. യൂട്യൂബ് ബാൻ ആകുമോ എന്തോ. വേറെ ലാംഗ്വേജ് ഉണ്ടാവും. എൻ്റെ യൂട്യൂബ് ബാൻ ആകുമോ എന്തോ. ഞാൻ ട്വിച്ചാണ് കാണുന്നത്. ഇല്ല, എൻ്റെ യൂട്യൂബിൽ കിടക്കണത്. ഇതെന്തോടോ കൂടുന്നതാണ് നമുക്ക് എങ്ങനെയാന്ന്. ഓക്കെ, തീർന്നാ? ബ്രസീലിയൻ ലൈബ്രറി സൗണ്ട് ഒന്നുമില്ലല്ലോ ക്രൗഡ്. ഇതിന് മുമ്പ് ഒരു മാച്ച് ഉണ്ടായിരുന്നടാ, ബ്രസീല് ടീം പറഞ്ഞിട്ട്. ഓൾ സ്റ്റാർസ് ഷോ മാച്ച്. ഫോറസ്റ്റ്, ഓളോ, കാരിഗൻ, ഗെട്രൈറ്റ്. തീക്കോട് തുടങ്ങണതിന് മുമ്പ് ഷോ മാച്ച് ഉണ്ടായിരുന്നു. ആ മാച്ചിന് ഇതിനും ഒക്കെ ആൾക്കാരുള്ളതോ? എല്ലാ പെണ്ണുങ്ങളെയും കാണാൻ കൊള്ളാം. DHL പണ്ട് തൊട്ടേ DHL IEMന്റെ. കോഴി കോഴി. കളി തുടങ്ങാറായില്ലേ? ഇത് മിക്കവാറും 3:30-4 മണി വരെ ഉണ്ടാവും. ഞാൻ ആദ്യത്തെ കളി 6 മണി വരെ ഇരുന്നു. ആ 3 മാച്ച് ശരിയാണല്ലേ, അവിടെ ഭയങ്കരമായിട്ട് വൈകിയായിട്ട് 2 മാപ്പിൽ തീരാനാണ്. ഞാൻ റോക്കറ്റ് ലീഗ് കണ്ടോണ്ടിരിക്കണം അത്ര സമയം. നോട്ട് 5-3 ഫൈനൽ. ഈ 3 wicket എടുത്തുള്ളൂ, 3 wicket കണ്ടുള്ളൂ. മിറാജ് ഇൻഫർനോ വേറെ ഏത് map? 5 ഏതില്ലല്ലേ? ലാസ്റ്റ് 5 3 മാപ്പ് ജയിക്കണം.
എല്ലാരും ഫെനക്കാണല്ലോ. ആർക്കും വേണ്ട ഇപ്പം. അല്ലെങ്കിൽ എപ്പോഴും എല്ലാരും ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാരും ഫെനക്ക്. ആ ഓക്കെ, ഓവർ ടൈം ജയിച്ചു. ടീം ലിക്വിഡ് ജയിച്ചു ഓവർ ടൈമിൽ. റോക്കറ്റില് ഇവിടെ തുടങ്ങിയില്ലല്ലോ. ഏ കപ്പ് 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 കപ്പ്. finding that key through. ഇന്ത്യയില് As well. I mean, even against Vitality, there were some games where they were a couple goals up, and Vitality they don't seem to me to be a team that, you know, they'll over frustrated. Their team dynamic is looking pretty good, and it's really helping them right now. Again, look at this kickoff. Oh my goodness, so close. The counter attack up against the Chronic. Lovely defending, brilliant. Not one touch, but two. Look, stay in the air, can block that second shot away. He knew it was coming, shut down the angles. No sense going to the floor. You're doing nothing there. Chronic now on the right hand, left if you're attaching, as he just managed to get that ball. Atto wants to get that central yet again. With Oski, his chance to get it central. We're seeing so many passes come in. Vatira with one beat out, but literally the worst bounce the KC could have suffered. I was just wondering, how is that ball going to bounce? Is it going to roll up? Is it going to hit the wall first and come down and be available for a shot? No, it was pretty much directly on the edge and spooned its way towards the centre. Another pass in from Oski. Sees Exotic having to clear it towards that right-hand wing with 30 boost. The ball instead is left for Atto. An interception from nowhere. Sees now Oski shooting. It is passing as many times as Liquid humanly can until Atto passes to himself 3 times and a save from Exotic. സത്യം പറഞ്ഞ ഈ ടെക് ട്രാവലിന്റെ ഇപ്പം കൂടിയിട്ട് പുള്ളിന്റെ കരിയറെ പക്ഷെ കാണിച്ചത് ശരിയായില്ലേ. ടേബിളിന്റെ പ്രശ്നം നേരെ സ്വഭാവം യൂട്യൂബിൽ കാണുന്ന quite more good defending. And Chronic has a chance here. There should be one there. Oh, beautiful. Lovely finish. The tip on from that final shot. It's Exotic and Itachi in each other's way in the end, where Exotic didn't need to go in for that. Chronic can then tap it on from the pass from Atto, who just had to get it downfield. Chronic is waiting, and a Chronic is getting that first goal. And that is the lead for Team Liquid. I think they're first one in this series. Yeah, I think it's the first time they've scored the first goal. അങ്ങേര് എല്ലാരും യൂട്യൂബിൽ വരുന്ന നമുക്ക് നന്മ കിട്ടാനൊന്നും പുള്ളിയും പൈസ പുള്ളിക്കില്ലേ shying away from it. I think they're thinking there's going to be a block from Vatira to Exotic, and a miss from Oski leaves open again for Vatira to shoot, but Atto is able to cover the vulnerable net. Now with 18 boosts, he's attaching, waiting, wants to drop it down with the end of the 50 where he got that first goal in game number 1.
we do know about Carmine Corp is that they will not panic. Sure, things aren't really happening for them at the moment. They've got the presence of mind to just pass the ball around, make sure they don't go 2 goals behind. പറയുന്ന ഡയലോഗ് വെച്ചാണെങ്കിൽ അങ്ങേര് നിർത്തണമായിരുന്നു. And they will be able to break through this Team Liquid defense. Team Liquid have to be aware that any second that can happen. Maybe they can double their own lead. Not quite on that occasion. Bear in mind the highest scoring goals per game team that we've had in this entire regional. And to shut them out would be a huge statement yet again. This series is all about statements to be made. And if we see that, it's going to be quite confidence-inspiring, I'm sure, going into game number 4 with 1:30 left. It's Atto to defend. Exotic waits and lurks, gets it central. Itachi is going to be able to shoot, but Chronic from nowhere. They're away to the side. Left-hand wing sees Atto in the sky. 20 boost and a flip reset below. Into another. Nearly the jump on Exotic. Still might work out for a goal, though, for Team Liquid. The first play didn't quite happen, but they recycled, they kept it going, and they get their just desserts. And doubling up with 1 minute 10 left. Big Liquid seeming incredibly confident. This third one. Through here, Atto, he wants to go towards his teammate off the backboard. Oski's coming in. Team Liquid, I love this from them. It would be so easy to defend at 2 goals up, but that's not the Team Liquid way. They want to make it 3, they want to make it going into game number 4, and they're potentially doing it the right way, but that miss might put them in trouble. Itachi, he's blocked down. Exotic is charged down now by Oski. 2 up, and now there's 2 of them. They're racing to the ball. It's just gone a little bit wide. It's not too bad then, because now, although Liquid are low on boost, there was quite a lot back in their own half, and so they all recover. One ball bobbling temptingly over towards the backboard. Chronic is up to shoot. I thought it was going to be a 50 with Exotic, but instead Atto is on clean-up duty. Going to the backboard. Oski's there to receive. Triple up goals for Team Liquid. Look at the pace here. Atto coming in from the side, breaking rotation and staying on the ball as well. While doing it, getting Team Liquid have been able to do so in this third game, and that is going to be strangely enough for a lot of people in chat for the 78% that were saying it was going to be KC. It is the series lead for Liquid as we go into game number 4. Now, keeping a clean sheet against player you said that the top scorers in this regional, they are the top scorers in this season overall, and they were held absolutely nothing, so it is no surprise that Carmine Corp take a tactical timeout to talk things through, because that was അതിന്റെ അവന്റെ ടീമേറ്റ് ആണ് മറ്റേ ബ്ലേഡ് പറയുന്നത്. അവനാണ് ഇപ്പോ സിമ്പിളിന്റെ നേവിന്റെ കോച്ച്. ഭയങ്കര ടോക്സിക് ആയിരുന്നു. അതാണ് അവൻ ലിക്വിഡ് എന്നൊക്കെ പോയി. ഇവനെ പറ്റണില്ലായിരിക്കും. പക്ഷെ ലിക്വിഡിന്റെ ഫൈനൽ വരെ എത്തിച്ചത് അവനാണ്. പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നു ഫുള്ള് കാര്യം. ഇതാണ് എനിക്ക് ഇവനെ പറ്റാത്ത. EU number 2 spot. Team Secret is their target space and they're off their major. Otherwise, bear in mind everybody, if they get what they're guaranteed to do, regardless of what happens, if they lose, they will be going up against version 1 from North America. We're seeing something when this game resumes that we have all open in the first അല്ല അവൻ ഭയങ്കര ഫ്യൂരിയൊക്കെ ജയിച്ചപ്പേ ചാടിത്തുള്ളി ഫൈനല് വരും വിചാരിച്ചു ഞാൻ. പക്ഷെ വന്നേനെ പറ്റില്ലല്ലോ, വലിയ പ്ലെയർ ഇവിടെയൊക്കെ പെട്ടെന്ന് ഇത് കണ്ടോ അവന്റെ മുഖം കണ്ടോ, പെട്ടെന്ന് നെയ്മർ പോലെ തോന്നി ആ കോൾസീറിന്റെ റൈറ്റ് ഇരിക്കണത്. എനിക്ക് ഉമ്മതാ അക്ഷയ് ക്യാമറ തിരിക്കാൻ പറ, നമുക്ക് ഉമ്മ വെക്കാം. വാവ പോറ അങ്ങനെ അറിയാം. പോർച്ചുഗീസ് അറിയില്ല. സ്റ്റൂവി ടൂക്ക് എന്തായിരുന്നു ഇപ്പൊ അടിയായിരുന്നേ വെനുമാവിന്. എടാ സ്റ്റൂവി ടൂക്ക് ഇങ്ങനെയാ, അവനെ പോലെ ക്യാരക്ടർ. പിന്നെ ക്ലച്ചൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അല്ലറി വിളിക്കും, നിന്നിങ്ങാട്ടി ബെറ്റർ.
മറ്റേ എന്തൊക്കെ പറഞ്ഞാല് ക്ലൗഡ് നൈനും ഫേസിന്റെ മേജർ ഏറ്റവും അടിപൊളി മേജർ കണ്ടില്ലടാ. അതിന്റെ എടാ പണ്ടത്തെ ടാരിക്കൊക്കെ ഉള്ള മേജറെ കമ്പാക്ക് അടിക്കണേ കണ്ടിട്ടില്ലേ ആ മേജർ അവര് കമ്പാക്ക് അടിക്കണം. അവർക്ക് ഫേസിൽ ഒരു മാപ്പ് ജയിച്ചാൽ മതി, ഒരു റൗണ്ട് ജയിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ബോസ്റ്റൺ മേജറിൽ ആ സ്കോർ വരുമ്പോ എല്ലാരും ടൈപ്പ് ചെയ്യും താരിഖ് സ്ലോമോറിന് ടൈപ്പ് ആ സ്റ്റൂവിറ്റൊക്കെ ആ ഒരു സൈറ്റിൽ ഓപ്പിച്ചൊരു കളിയുണ്ട്. കേരളം എല്ലാരും അടിക്കും. ലാസ്റ്റ് പ്ലാൻ ചെയ്യാൻ സമയത്ത് ഓവർ ടൈം പോയി. And it was wonderful to watch from the arena. It was just an incredible atmosphere. Nobody was there apart from production and talent, and it was so much fun just to see Liquid just go to the ability that we know that they've been able to show off. And being able to say that that's our team, restore them from the ashes and attaching the ashes part, and he is able to get the opener. മേജർ ക്വാളിഫൈ The next major, you can still go. അവര് ക്വാളിഫൈ പോലും ആയില്ല. You can find your way across the dam, and you can see goals like വലിയ this. കാര്യത്തിൽ ഡിവൈസിൽ അസ്ട്രാലിസില് അവര് ടീം മാറ്റിക്കൊണ്ടേയിരിക്കണം. മറ്റേ അയാളെ ക്ലബില് തല്ലി അത് കണ്ടില്ല, മറ്റേ കോൺഫിഗ് എന്ന് പറഞ്ഞ അത് സംഭവം എന്താ കാണിക്കണേ? അവനെ പോയി ഒരുത്തൻ അവനെ പോയി കയ്യും കാലും തല്ലി ഓടിച്ചതിന് അവനെ എന്ത് പൊട്ടത്തരും. എടാ ഒരു സ്ട്രേഞ്ചർ ഇല്ലടാ, എടാ ഒരു സ്ട്രേഞ്ചർ മാൾട്ടയിലെ ബാറിൽ വെച്ച് അടിയുണ്ടായി. ഇവനെ പോയി തല്ലി കയ്യോ കാലോ എന്തോ ഓടിച്ചു. അതിനെ അസ്ട്രാലിസ് ഇവനെ ഔട്ടാക്കി. ഇവന്റെ ഒപ്പം നിൽക്കാണ്ട് അവനെ എല്ലാരും ബെസ്റ്റ് പ്ലെയർ കോൺഫിഗ് ആ സമയത്ത് ആ കളിക്കുന്നത് നല്ല കളി. ഇന്നലെ എററായി. ഇന്നലെ ഇങ്ങനെ പറഞ്ഞത് മറ്റേ സ്റ്റീം എറർ വന്നു. So many of those, as I'm sure people would have noticed, could have been in. Finally, it's just when the ball is above you and you're waiting in there and your camera just അതാരട്ടാ പ്ലെയർ and you're sitting in your gaming chair getting whiplash. That's what Liquid ചോദിച്ചേട്ടാ കുമ്മേടി. in that moment. But the full pressure. CS കളിക്കുന്ന വേറെ ഒരുത്തനും കൂടി ഉണ്ട്, അർജന്റീനയെ ഈ ഇടയ്ക്കായിട്ട് എന്തോ ഹെർട്ട് ഇഷ്യൂ കാരണം അവന് കളി ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല പറഞ്ഞു. ആരത്? അർജന്റീനയിലുള്ള എനിക്കറിയില്ല. സിറ്റിയിലുള്ള പ്ലെയറാ ഫുട്ബോളിൽ. അഗ്വേരോ അഗ്വേരോ CS ആണ്. അയാള് ഫിഫയാണ്. അയാൾ ടീച്ചർ സ്ട്രീം ചെയ്യാറുണ്ട്. Showing a less controls but more attacking playstyle now. The back corner pass to Exotic. Sergio Aguero. The leaving of the ball now leaves the goal completely open for Oski to try and capitalise. What? And he does. Wondrous play. Oski using every single brain cell of brilliance. The reset goes low, taps it in. That is far from a dumpster fire that his tag seems to suggest. I mean, the man had no momentum at all on his car at any part of that play. Everything about that goal was just wrong in my mind, but I'm sure we'll see it. ഞാൻ കൊളോണിൽ പോയിട്ട് ഇത് മലയാളം ബോർഡ് എന്നിട്ട് കാണിക്കാം. മൂല്യം ജയിച്ചത് കേരളം. പക്ഷെ കളിക്കണേ അതെന്താ ഫിഫ്റ്റായി? ഗോൾ അടിക്കുമ്പോ പോയി. കഴിഞ്ഞ 2 കളി ജയിച്ചില്ലേ ഗോൾ അടിക്കുമ്പോഴും എന്തോ പോയിന്റ് ഉണ്ട്. അങ്ങനെയല്ല, ഗോൾ ഡിഫറൻസ് ആണ്. ഈക്വൽ ആയാലും അത് നോക്കുള്ളൂ. പോയിന്റ് ഈക്വൽ ആണെങ്കിൽ ഗോൾ ഡിഫറൻസ് നോക്കും. ഗോൾസ് ഫോർ ഗോൾസ് അഗൈൻസ്റ്റ് മൈനസ് 3-1 3 സ്കോർ കിട്ടും. അങ്ങനെയല്ല, സ്കോർ ഒന്നും കൂടൂല. പോയിന്റ്സ് ജയിക്കണേനും ഡ്രോയിനും തോക്കണേനും മാത്രമേ ഉള്ളൂ. ഗോള് ഇത് പോയിന്റ്സ് സെയിം ആയ ഗോൾ ഡിഫറൻസ് നോക്കും. ടോട്ടല് കേരളം എത്ര കളി കളിച്ച്? 6 കളിച്ചു. അതില് 3 ജയിച്ചു. 5 ആയല്ലേ? ജയിക്കും. അതിന്റെ ഡ്രോ ഇല്ല കേരളത്തിൽ.
കളി തുടങ്ങാത്ത എന്തടേ മറ്റേ ഇതാ പറഞ്ഞ ESL ഭയങ്കര ബോറാ. ഇവന്മാര് ഭയങ്കര വിഷയോടെ ഇവരുടെ ഭയങ്കര ലാഗും പ്രശ്നവും. See if they can make anything from it. They can't, and perhaps they've overextended. They had more time left than they thought. Exotic gets a lovely little musty flick, and it's 3-1 Carmine. That's the most generous use of ഇത് വലിയ സുഖമൊന്നും ഉണ്ടായില്ല മാച്ച്. Right, sorry, I'm not letting you get away with that. You said I scored a musty flick and showed me that. I remember that. I was like, year and a half. And I just said no. I almost actually scored a really nice one. കെന്യസ് അവിടെ ഇരുന്ന് CS സ്ട്രീം ചെയ്തത്. Do you care about the fact that a Chronic made a save on Exotic? Care about that? Apparently not. Atho. Atachi's there. Good little turnaround here from Team Liquid, but Carmine Corp are now back in their more usual position of being able to try and keep the ball away, swat it away from the upcoming attackers for 30 seconds or so. They love being in this position. ഇത് ഫൈനലാണല്ലേ, ഇത് ഗ്രാൻഡ് ഫൈനലാണ്. എടാ നീല്ലേ യൂട്യൂബില് സ്ട്രീമാണല്ലോ റോക്കറ്റ് ലീഗ്, മറ്റേ കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ടോ? വ്യൂ എടാ നീ എന്നാ തമ്മയില് മാറ്റിയിട്ടിട്ട് ലൈവ് ചെയ്യടാ. എന്നിട്ട് നെയിമും മാറ്റി റോക്കറ്റ് ലീഗ് ഫൈനൽ പറഞ്ഞിട്ട് കാർമിൻ കോർപ്പിലപ്പോ സ്ക്രീം അതാണ് തോന്നുന്നത്. അല്ല ഞാൻ പറഞ്ഞ വാലറന്റില്ലേ, ഞാൻ കാർമിൻ കോർപ്പ് കേട്ടിട്ടേ ഇല്ല. മറ്റേ സ്ട്രീം ജോയിൻ ചെയ്തപ്പോൾ അറിയാം. അതിങ്ങനെ ഇവരിങ്ങനെ ഈ കുറച്ച് കളികളിലേ ഉള്ളൂ. ഇവര് കൂടുതലും ഫൈറ്റിംഗ് ഗെയിംസിലായിരുന്നു. യൂറോപ്യൻ ഓർഗാണ്. പിന്നെ ഫിഫയില് കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ഈ കാർമൈൻ കോർപ്പ്. R6 നാവി പൊട്ടയാണ്. അതിൽ പക്ഷെ ഒരു പ്ലെയർ നാവി അക്വയർ ചെയ്തപ്പോ അടിപൊളിയായിരുന്നു. അത് വേറെ ടീമായിരുന്നു. പക്ഷെ ഇനി വാലറന്റില് നാവി അടിപൊളി ചാൻസ്. മറ്റേ പുതിയ പ്ലേയേഴ്സിനെയൊക്കെ എടുത്തു. മറ്റേ അസെന്റ് പറഞ്ഞ ഇത് കിട്ടിയാ എന്താണ് അതിന്റെ പേര്? അതല്ലടാ മറ്റേ മറ്റേ വാലറന്റിന്റെ എന്താണ് വിളിക്കണത്, പാർട്ട്ണർഷിപ്പാ, ഫ്രാഞ്ചൈസിങ് കിട്ടിയാ? മനസ്സിലായില്ല. നാവി എടാ G2-നൊന്നും കിട്ടില്ല അവരുടെ ലീഗില് എന്ന് വെച്ചാ ഫ്രാഞ്ചൈസിങ് വാലറന്റില് കിട്ടിയില്ല. അല്ല കിട്ടൂലെന്ന് അവരൊന്നും പറഞ്ഞില്ല. കിട്ടൂലെന്ന് ഓൾറെഡി ആൾക്കാർക്ക് അറിയായിരുന്നു. കിട്ടായിരുന്നു വെച്ചത് അയാൾ ഈ പ്രശ്നമൊക്കെ കാരണം അത് പോയത്. അയാൾ ഇറലവന്റ് ആവണായിരുന്നു. അത് കാരണം അയാള് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരാൻ നോക്കണേ. ആൻഡ്രൂ ടേറ്റ്. Yeah, go for something peculiar. Liquid are so good at being peculiar. As a Chronic on the reset has it saved away from Batira, but as it comes off the ceiling, the fact he can secure that and have it be a threatening shot and not just one that trickles towards the net, it's going to need to be used. To him. ശരിക്കും കോമഡി ആയിട്ടാ പറയണത്. പൊട്ടന്മാരെ സീരിയസ് ആയിട്ട് എടുക്കും. അതൊരു ക്യാരക്ടർ കളിക്കണേണ്. പക്ഷെ പൊട്ടന്മാര് കാശ് കൊടുക്കും. പറയുന്ന കാര്യത്തിലും കാര്യമുണ്ട്. കൊറേ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ
അല്ല പുള്ളിന്റെ മറ്റേ ബുഗാട്ടിന്റെ സീൻ അത് അയ്യോ അതാണ് അത് ചോദിക്കേണ്ട കാര്യം വലിയ കാര്യത്തിൽ വന്നേ മറ്റുള്ളവരുടെ ബുഗാട്ടിന്റെ കളർ കൊള്ളില്ല അറിയാം അപ്പൊ നിന്റെ ബുഗാട്ടിന്റെ കളർ just not being able to get that final 10% right now. We're seeing KC, and I've seen Itachi be quite slow on multiple chances until that low 50 comes in. It was even, but now 1-0 for Liquid opens up this game, and the victory from മിക്കവാറും ജയിലിൽ കിടക്കും perfect. He gets swiped out away, but എനിക്ക് നല്ല ഇതുണ്ട് അവിടെ പോയിട്ട് തുപ്പോ എല്ലാം കുരയ്ക്കോ ചെയ്ത ഒരു കാര്യമില്ല എനിക്ക് ഇഷ്ടമല്ല എടാ അവൻ റിയൽ ലൈഫിൽ അങ്ങനെയാടാ എടാ ക്യാമറ ഓഫ് ആണെങ്കിൽ അവൻ അങ്ങനെയാണെന്നാ പറയാം അവൻ മിക്കവാറും വെടികൊണ്ട് ചാവും ഈ ഇടയ്ക്ക് വെച്ച് അവനെ മാളിൽ നിന്ന് തൂക്കി ഗണ്ണ് വെച്ചിട്ടേ ലൈവ് സ്ട്രീമില്ലേ അവന്റെ ലൈവ് ലൊക്കേഷൻ പോയിട്ടേ കുറച്ചു പേര് വന്ന് തൂക്കി എനിക്ക് ഇവ എന്തോ വലിയ മെക്കിട്ടുകാരൻ നോക്കിയിട്ട് അവര് തോക്കെടുത്ത് കാണിച്ചു എടാ പോലീസല്ല തോക്കെടുത്ത് കാണിച്ചേ പിന്നെ US ആരായിരിക്കും അല്ലാത്ത ആൾക്കാർ എടാ US എല്ലാവർക്കും തോക്കണ്ടല്ലോ ഇപ്പൊ തന്നെ ഒരുത്തം തട്ടിയല്ലോ മറ്റേ ടേക്ക് ഓഫ് ഈ കാർമേൻ കോപ്പിന്റെ കാറിന്റെ സ്കിൻ സിമ്പിൾ സ്കിന്നാ പക്ഷെ കാണാൻ അടിപൊളി അവരുടെ കളർ ബ്ലൂവും ബ്ലാക്കും അയ്യോ ലിക്വിഡിന്റെ എന്ത് പൊട്ട സ്കിന്നാ വീഡിയോസിന്റെ സ്കിൻ ഉണ്ടോ BDS ഇത് റോക്കറ്റ് ലീഗ് ഫേമസ് ആണ് റോക്കറ്റ് ലീഗിലുണ്ട് BDS ചാമ്പ്യൻസ് റോക്കറ്റ് ലീഗിനെ കഴിഞ്ഞ പോലെ NRG ഉണ്ടോ NRGയിലൊരു കിടിലം പ്ലെയർ ജസ്റ്റ് അയാളാണ് മറ്റേ കൊറേ കാര്യങ്ങളൊക്കെ സെന്റിനൽസ് ഫോർട്ട്നൈറ്റിലായിരുന്നല്ലോ ചീനായ മറ്റേ 3 മില്യൺ വന്നിട്ടാണ് ആദ്യം അല്ലല്ല പണ്ട് ഫോർട്ട്നൈറ്റ് ഒരു ടൂർണമെന്റ് അറിയാം ഏറ്റവും 3 മില്യൺ 1 മില്യൺ വെച്ചത് അത് സീനായിരുന്നു ഞാൻ ലൈവായിട്ടുണ്ടോ പക്ഷെ അവന്റെ അത് ഉണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് ഒരു കുഞ്ഞു ചെക്കൻ നമുക്ക് ഉടുക്കത്തെ കളി ബ്രസീലിയൻ ചെക്കൻ അറിയാം അത് സ്ട്രീം ചെയ്യണ അവന് ഭയങ്കര മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ മറ്റേ പ്രൈസ് കിട്ടിയില്ലേ പൂയയോ അവന്റെ അടിച്ചിട്ട് എന്തൊക്കെയോ പോയി ഒരു മില്യൺ ടാക്സ് അടിച്ചു പോയി ടാക്സ് അടിച്ചു ചെറുക്കൻ റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയിൽ പകുതിയും പോയി അവന് പക്ഷെ 2 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് അത് തിരിച്ചു കിട്ടും വലിയ പണിയൊന്നുമില്ല കറക്റ്റ് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരാ സ്ട്രീം കണ്ടെന്ന് എന്നിട്ട് അവന്റെ സബ്സ്ക്രൈബേഴ്സ് അവന് അതാ പറഞ്ഞ അവൻ ആ ഇതായി കിട്ടിയത് അവന്റെ കരിയർ കരിയർ സെറ്റായി അങ്ങനെ കൊറേ സ്പോർട്സ് ഇതൊക്കെ ഇപ്പോഴും സെറ്റിലാണ് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോ ഫോർട്ട്നൈറ്റ് കാണുന്നതിന് ട്വിച്ചിലുണ്ട് ഗെയിം ഒരിക്കലും അല്ല ആ ഒരു പഴയ ഒരു ഇത് പോയി പിള്ളേര് തന്നെ പണ്ടും അല്ലല്ല പിള്ളേര് തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനല്ല പിള്ളേരായിരുന്നു ശരിയാണ് പക്ഷെ പിള്ളേരാണ് ഏറ്റവും 80% പ്ലേയേഴ്സ് പിള്ളേരാണ് ഫോർട്ട്നൈറ്റിന് കുറച്ച് ലെവലൊക്കെ എത്തിയപ്പോ എനിക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഭയങ്കര സീൻ പ്ലേയേഴ്സ് പിള്ളേര് നല്ല
പ്ലേയേഴ്സ് പിള്ളേരുണ്ട്, നീ കണ്ടില്ല വേൾഡ് കപ്പിൽ. ശരിയാണ്, പിള്ളേരുണ്ട്. 12 വയസ്സുള്ള ചെക്കനൊക്കെ എന്ത് ഭ്രാന്ത് കളിയാണ്. അവന്റെ പേര് ഞാൻ മറന്നു. അതും മൗസും കീബോർഡിലാണ്, കൺട്രോളറിലാണ് പിന്നെ പറയാം എയിം അസിസ്റ്റ്. ഒരു വീഡിയോ ഉണ്ട്, ഏതോ ഒരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് ടീച്ചർ എന്തോ ഡാൻസ് കളിക്കാൻ പറയും, എല്ലാ പിള്ളേരും കളിച്ചിട്ട് ഫോർട്ട്നൈറ്റ് ഡാൻസ് ഓരോന്ന് കളിക്കും. അത് ഈ ഇടയ്ക്കാ നടന്നത്. ഞാൻ ആ ടൈമിൽ കളിക്കുമ്പോ എനിക്ക് അത്രയും പിള്ളേര് എനിക്ക് ഓർമ്മ നല്ല നിനക്ക് എങ്ങനെ അറിയാം പിള്ളേരാണല്ലേ? ഇവന്മാരുടെ മൈക്ക് കേൾക്കുമ്പോഴേ ആ ടൈമില് കുറെ പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്യും. എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ അത് വിറ്റതാ. ഞാൻ പറഞ്ഞിട്ട് ആ അക്കൗണ്ടിലും ഫുൾ ഇതുപോലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് റിക്വസ്റ്റ് അയക്കാൻ നല്ല രസാ. എന്തോന്നേ കളി തുടങ്ങിയില്ലേ? ഇതാ പറഞ്ഞു റോക്കറ്റ് ലീഗിൽ അടുത്ത കളിയോടെ. This is going to be that moment where Team Liquid think, yeah, we made that right decision. Yes, they've done incredibly well so far, but എടാ ഞാൻ എന്താ പറഞ്ഞ കളിയാ ടെക്പോസ് എനിക്ക് മതി. നാളെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതേ. രാവിലെ എണീക്കുമ്പോഴേ ഇത് നോക്കുക, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, എല്ലാ സാധനവും കിട്ടും. അത്രയും നല്ല മാച്ച് ആണെങ്കിൽ മറ്റേ യൂട്യൂബിലും കിടക്കുന്നുണ്ടാവും. പക്ഷെ പറയാൻ പറ്റില്ല, ഇപ്പൊ നല്ലൊരു കംബാക്ക് ഒക്കെ അടിക്കുകയാണെങ്കിൽ അങ്ങനത്തെ മാച്ചാണെങ്കിൽ മറ്റേ ഈ ഓൺലൈൻ ആണോ ഇവർക്ക് സ്റ്റേഡിയം? ഇത് നടന്നുകൊണ്ടിരിക്കണ ഓൺലൈനാ. ഹാക്കിന്റെ അങ്ങനെ പിന്നെ അത് മാത്രല്ല, അവർക്ക് അങ്ങനെ ബഡ്ജറ്റ് ഒന്നും ഇല്ല. എപ്പിക് ആണെങ്കിലും അങ്ങനെ ഈ സ്പോർട്സ് അധികം ഇതൊന്നും കിട്ടാൻ അതായത് കമ്പാരിറ്റീവ്ലി കുറവ് ഇതുള്ളൂ. എടാ എല്ലാ പ്ലേയേഴ്സും ഒരേ സ്ഥലത്താണ്, അത് പിന്നെ എളുപ്പം. അവരുടെ ആ റീജിയനിലെ ഫൈനൽസ് നടത്തണ ഓൺലൈനാ സുഖം. അല്ലാണ്ട് ബാക്കി ടൂർണമെന്റ് ഒക്കെ ഭയങ്കര വലുതാണ്, ഒടുക്കത്തെ ബഡ്ജറ്റാണ്. ഞാൻ കണ്ടതെല്ലാം ഓൺലൈൻ. വേറൊരു കാര്യം, ഞാൻ ലോക്ക്ഡൌണിന്റെ ഇടയ്ക്കാണ് കണ്ടു തുടങ്ങിയത്. വേറെ കാര്യം അതുകൊണ്ടായിരിക്കും. അതിന് മുമ്പ് ഞാൻ അധികം കണ്ടിട്ടില്ല. കഴിഞ്ഞ ടൂർണമെന്റ് ആണ് എന്തോട്ടായിരുന്നു മറ്റേ അമേരിക്കയിൽ നടന്നത്. മറ്റേ NBA ായിരുന്നു, നടുക്ക് ചെറിയൊരു സ്ക്വയറിൽ അപ്പുറത്ത് ഇപ്പുറത്തും 2 ടീം. അത് ഫുൾ ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര വലിയ പ്രൊഡക്ഷനാണ്. ഭയങ്കര ഈ ട്വിച്ചിന് 500,000 വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. Just 1.2 million. That's what he meant. He gets the goal. It fakes out Matera in its entirety. Matera has to block high, he has to block low, and instead it can trick out and they all count for one. And the equalizer is exactly what we needed to see from Liquid on Neo Tokyo with dead level. Another chance maybe early on. With to the ceiling. ഇൻകൺസിസ്റ്റന്റ് സൗത്ത് ഏഷ്യയിലെ സെക്കൻഡ് പ്ലെയർ ആണ്. ഇൻകൺസിസ്റ്റന്റിന്റെ ഫ്രണ്ട് ആണ് ഫസ്റ്റ് പ്ലെയർ. ജിങ്സ് ശരിക്കും സൗത്ത് ഏഷ്യയോ? ഏഷ്യയിലെ ഫസ്റ്റ് പ്ലെയർ ഉണ്ട്. അത് പറയുമ്പോ ഏതൊക്കെ സ്ഥലങ്ങളിലും? ഇന്ത്യ, സിംഗപ്പൂർ, ഐലൻഡ്, ആ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും. അത് പുള്ളി ഏതൊക്കെ മാച്ച് കളിച്ചിട്ടുണ്ട്? എടാ മാച്ച് ഒന്നും കളിച്ചിട്ടില്ല, പോയിന്റ് വെച്ചിട്ട് ടൂർണമെന്റ് സമയമില്ലടാ പുള്ളിക്ക്. അതൊക്കെ പുള്ളി പിന്നെ നിർത്തി, ആ ഒരു ഫോമൊക്കെ പോയി.
force the പുള്ളിയുടെ game വേറെ and ഫ്രണ്ട് otherwise ഉണ്ടായിരുന്നു ജിങ്സ് regional പുള്ളിയാണ് belongs to Team പുള്ളി Liquid. കളിച്ചു ഞങ്ങള് കളിച്ചിട്ടുള്ളത് Looking to ഞാൻ get huge clearance ജിങ്സ് all the way ഒക്കെ to the ആയിട്ട് other അവര് end. രാവിലെ എല്ലാം റാങ്ക് ചെയ്ത മറ്റേ ടോപ്പ് Again, റാങ്കോ back and forth. No one wants to make a GC, mistake at this point. Grand The boomable comes out, അതിന്റെ but മോളിൽ that is an കയറിയിട്ടുണ്ടോ unforced. അതിന് മേലെ ഉണ്ടോ റാങ്ക് Can it put them അവർ in too റാങ്ക് much കൂടെ അത് danger? പിന്നെ There's a ആഡ് ചെയ്തതാ mistake from a chronic അത് Virus പിന്നെ coming ആഡ് in. ചെയ്താടാ അത് And Oscar നേരത്തെ gets the ഇല്ലായിരുന്നു ball away from his own പിന്നെ goal. ആഡ് ചെയ്ത It was സാധനം that and a double backflip. It opened the gate somewhat for KC to get something, but instead nobody comes in. Oski free-flipping onto that ball with 0 boost. He now ends up with 1. Wants to rotate via that mid, but Vatira looking dangerous in the skies. So to save it away on that occasion. A chronic high with Oski committing as well. That's going to be another burn 30 boost. Atto missing instead. Tachi goes to the backboard, but a chronic positioning leaves that ball in a very boomable position. All of these players are stretched. They are tired. The amount of movement coming in the air is unlike anything we've seen in the series so far. And the posting from Calming Corp in this ക്യാമറ കാറുണ്ട് ക്യാമറ constant attack is playing upon them. അതറിയില്ലേ അങ്ങനെ കാറുണ്ട് 30 seconds left. ക്യാമറ Potentially beckoning. ആ CAMRY Unlock that. സെർച്ച് ചെയ്ത് നോക്ക് ടൊയോട്ട A huge block on the goal line from Team Liquid. And now they have the pass to the other side. Itachi, he backflips. And it's off. He's in a perfect place to take it away. In the air is KC and it falls to the back left corner. Atto challenges Itachi. Instead Itachi can weasel his way through backboard for Oski to send it long. Chronic goes for the bump on Exotic. Oski again going for these attacks. So many 50s coming central. Atto wants to go for that, wants to get a pass off instead. Exotic now at 0 seconds, 1-all. This overtime. As it is going to എല്ലാരും separate from either a ബ്രസീലിന് champion on the തുപ്പാണ് Tokyo or പിച്ചില് Champions കമന്റ് Field Game 7. ഇതില് Exotic should be able to boon this one. Yes, yes, But yes. Chronic comes in. It's a good Yes, start yes, to the yes, overtime right now for yes. Team Liquid. Carmine Corp back into defensive responsibilities as soon as possible. This one could be it. Oh, Itachi! He just about nips in, but Team Liquid will carry on. Again, Ariel is a Chronic. The backboard has Vatira clearing it long. Finally. Starting to get withered away. Low on boost. Atto with the pre-jump still can't beat Finally. എത്ര നേരമാണ് പണ്ടാരം that one long. Exotic though sees him land back on the floor. Atto to receive Oski's pass. A save from it. ഡസ്റ്റ് ആണ് KC in this മിറാജ് ആണോ Comfortable right now though, Carmine Corp. Vatira might be able to give them just a little bit more comfort. He hasn't got it at least down to the other end. മിറാജ് ഓവർപാസ് ഇൻഫർണോ ഇൻഫർണോ തന്നെയാണ് എപ്പോഴും ഇന്ത്യയാണ് ഇൻഫർണോയിലായിരിക്കും എപ്പോഴും കൊറേ ബെസ്റ്റ് ഓഫ് 3 ഇന്ത്യയാണ് ഇൻഫർണോയിലായിരിക്കും എന്തോ എനിക്ക് ഇൻഫർണോ ഭയങ്കര ഇഷ്ടം പക്ഷെ കളിക്കില്ലായിരുന്നു ഇൻഫർണ ഭയങ്കര പാടാടെ കൺട്രോൾ എടുക്കാൻ എനിക്ക് അന്നും അതെ ഇന്നും അതെ 1000 പ്രാവശ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പക്ഷെ എനിക്ക് knocks down one, rotates in, Fame taking a duel and he wins them both with Flit by his side. Three on the pistol to mow down the heroic defense. Bomb down, round lost unless Yabi can get anything done. It takes him a full 12 bullets. കിട്ടില്ല No kit. ഇയാൾ കൊടുക്കാത്ത കളിയാ പക്ഷെ ഈ ചെക്കൻ The outsiders. A statement of One piece ആരെങ്കിലും ആണ് very little to celebrate for Heroic, very little additional cash. I think a single kill is all they have to celebrate. Who was taken out of the equation here by Kiket's team kill, but the conversation to kick off that round was the fact there was only 2 players here. However, information is power, and Heroic, they seized that. They had that B boost, they knew it wasn't going to be a play. Cadian was out middle, and the rotation was there, but hitting their shots was outsiders. Full spy back. എന്നാൽ ഈ നോർബർട്ട് എന്ന് പറഞ്ഞ ആളൊടുക്കാത്ത ഫോമിലായിരുന്നു ഇവർക്കെതിരെ മൗസിനെതിരെ അയാൾ ഏൻഷ്യനിൽ ഒറ്റയ്ക്ക് ജയിപ്പിക്കണായിരുന്നു കുറെ റൗണ്ട് Yeah, they're very diligent. It's rare you see wasted lethal utility. Molotovs and nades combined, flashes and Molotovs. It can all be a lethal concoction. This is the type of round where Heroic want to turn this into the force by wars. The back and forth nature. Well, good smokes is going to deny the scout. That's for sure. ഒരു നെർഫ് എല്ലാം ചെയ്തായിരുന്നോ A bit of a threatening flash through that smoke. Now Yabi will be cleared. Jump. Oh no! And he is feasting upon Heroic. 2 more headshots already. As easy as that.
I mean, these can be scary rounds. ഞാൻ പണ്ട് കണ്ടോണ്ടിരുന്ന ഡീകള് മറ്റേ തൈകള് വെച്ച് ഫോഴ്സ് ചെയ്യുമ്പോ അത് കൊറേ തവണ ജയിക്കാറുണ്ട്. മറ്റേ കൊറേ പേര് പറഞ്ഞപ്പോ ഒരെണ്ണം കൊടുത്തു. They know where he is now. Stan and Katie are both here over towards this A side as well. It could still get prickly with 35 seconds. They're coming for him though. Shush would need to hit a banger, or Cadian as well with the no scope. Does go awry. Shush using that smoke to his own advantage. Kick it well drilled, not going to succumb. It's again flip. It's on one. Kick it again just to secure the round. Yeah, Cadian's going to get nothing done from jungle. A nice try, missed the shot. Evasive strafe, and now he's the one trying to evade the hunt. Yeah, the hunt get down here. Gym time. Forward, Kick it trying to cut him off with the pass by going around T-spawn. They are trying to remove everything here, and Cadian gets deleted by Norbert. And that was one of the keys when we were covering the Outsiders versus Fnatic game, I believe, is how Outsiders, the team who loves to save, were good at punishing exactly that when you wanted to go for it. So not allowing there to be any booby traps going into round number 3. It should be a very light economical here from the Danes. And that was a tidy deagle shot, sure, but it's more of a consolation. Take time out before we go underway with play. Oh, the juxtaposition. All right, well, yeah, as you said, an economical. I think this is a curious matchup, right? We've been talking fully statistically to explain it to everybody at home, but this game with Outsiders in the beautiful details, right? Turning that notch up to 11, milking every single moment, every single detail, every single kill. Control. Kadian gets one, but again, James just mopping them up. 2 more to find of Shush and Stan, and they're already being dealt with. What you're referring to as well, it's no better embodied than in these two teams. Outside I know we used to dismiss it as a cliche, but there is a lot of heroic. They definitely put their own flavor. That's a lot of skill being displayed. He's got a bit of a little bit more than he could chew right there, and the disapproval of the crowd. He's not happy with that one. But is it safe to say that though the desk leans Outsiders even the again, it's been very good to do this actually. Look, we've got some timeout stats somewhere. Maybe I'll dig into them at half time here. But they always seem to so Dustin just setting the record straight of how he wants his team to approach. And that combination of Dustin 6 years. So the faith in ഇത് കോമഡിയാണ്. ഇന്നലെ തുടങ്ങിയതാണ്. മറ്റേ ഫേസ് ക്യാം ഒക്കെ വരും. അല്ല വെറുതെ ബോറടിച്ചിരിക്കുന്നു. Should he try and clear? Norbert patrolling early B presence. Oh, this is more than a patrol. This is a forward watch. Shush has got straight ramp control. Run boost. Track on the jumping flip. Didn't hit him at all. Executed. Not a single bullet connects. You can see the reaction. Now the real game begins. Down his gullet. This is mad. He might get down in the back here. Kickit is coming back, and Shush is not predicting this whatsoever. He's pivoting, and he should be a dead man walking. Kickit hasn't spotted him. What? So early into the piece, that signature heroic. ഇല്ല, അയാൾ തിരിഞ്ഞില്ല. അയാൾ മറ്റേടത്ത് പീക്ക് ചെയ്ത് തന്നെയോ നേരെ നോക്കിയില്ല. സാധാരണ നേരെ നോക്കിയിട്ടല്ലേ. Love that positioning from Shush. He's not necessarily the character you'd expect to be up in their grill so early. But Cadian is, and he might receive Norbert and James now, who have sauntered back over. Fame has been called to the party as well, and Flit, he's the missing piece of this puzzle to come through Connector. He should have them with the shadow. Legged, knocks his kneecaps off. And he's not slowing down necessarily. Cadian will have time to reposition. Flashes, spray, Norbert. ഇല്ല, കാലിലുണ്ട്. Repositions down, catching that mid presence. They're all now Tetris side. But they're Util out, they love a plant. James first step in the flow chart. With the health, I mean, James is a clutch king, master on this AWP, and he is facing in towards CT. Will Heroic avoid him? നിങ്ങൾ രണ്ടുപേരുടെയും ലോ ലേറ്റൻസി ചിലപ്പോൾ ഓണായിരിക്കും. Good for it. Cadian the same. Nothing for Norbert. That low HP around the world maneuver.
settings advanced. മറ്റേ ക്വാളിറ്റി മാറ്റണ സെറ്റിങ്സിൽ. എടാ ക്വാളിറ്റി മാറ്റില്ല 1080p. ഓപ്ഷനേ ഇല്ലേ? സെറ്റിങ്സില് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ല. Good to see him online. Now that proactive nature of Shush right there, that can come from a lot of different elements on this heroic team. So do we see more of those risky maneuvers, trying to find these gaps, thread the needle? They're going to flash and fight. No flash. Complete success. ഞാൻ ഫോണിലാണ്. ഞാൻ ജോയിൻ ചെയ്യാം. Very forward position on this, and he's found a gap. There's no one home. Bombs coming down courtesy of James, and they're making a round out of this with a two-man disadvantage. Heroic favoured for the retake, but look at this. Norbert caught out, Tessa's aware, and it'll just start to peter out. And shall they stream it too? Taking in their favour. Yabi's got the door locked behind you. They'll activate when necessary. They do need to get their ass on towards that bomb. James already catches Yabi. That is impressive. This is a problem now, because Kick is still on the site, and he just needed one more frag. One more frag in the 2v5 could have been a very real. Look how little time was left. Well handled in the end. Another close one, right? Keeping them honest here. This is the fiery counter-strike we'd like to see. Now, there was really no opportunity for James to try and save in that situation. Preempted that flank coming through. Bought them a buffer on the way out, but the fight came too quick. And this isn't too much of a worrying sign early in terms of we need to be majorly concerned, but we need to point out some of the stat lines here. Traditionally, for Faye and Norbert in this roster, they're two of the higher performers. Now they're two of the younger blood as well. This is Fame's first ever major, which means it's first ever major grand final, and he's yet to frag. He is the number one in the tournament as far as opening kills go on the T side of Mirage. So he is going to be a factor here for them in success. So not only is he the best on this side of this map, he's now on his first grand final stage at 19 years of age and currently yet to frag. Tessa changes. Cadian about to make a lot of impact on this rush. They're throwing bodies into the B site, and Cadian's just swatting them away like pesky mosquitoes. Get out! Only one. James and his Kevlar vest going to do his Kevlar best, but we got a fourth, or rather a third. And a clean one, all right? That's the difference. Now, they were given that opportunity by the virtue of the bind. Funny is, outsiders haven't gotten away with any saves just yet. So that is also going to be a key factor here with some of these details. When you talk to the players, right, I've had the opportunity to talk to several pros over the last couple of days. I was talking to Magic from Spirit today. I got to speak to Messi and Fasha yesterday from Fnatic, right? And I got to pick their brain about outsiders, James, and they're talking about ghost orbs. You never know where James is going to be with the AWP, but the assumption has to be he's somewhere, and that makes things extremely difficult. And again, it's another risky maneuver from Heroic here, keeping this proactive form. They have two players searching towards a ramp. The B-bomb site was very light on earlier. It's just Tessus, but Cadian's here. But is he here in time? In the first shot, he spotted the cross. One down on the Fame. Another death for Fame. 5 deaths, 0 contributions. This time handed his ass by Cadian, and they cancel plans. Cadian just rips up that game plan. Says, try again. Try something else. So that is definitely something to keep an eye on in terms of the opener being the opening death. Maybe missing a component, at least initially. Well, Norbert is looking exactly like we'd expect Norbert to, right? See how nonchalant he seems in these interviews. We're just playing our game. James just calls it like we do in practice. That's where you want to set your consistent bar, which is something outsiders have for them. But this is the very early stages. The question is, are Heroic going to be able to break away from the pack? And when we find ourselves in these scenarios right now, right, we got 50 seconds left on the clock, you're thinking, okay, well, they're just going to sit back. But they always go fishing. There's always a little bit of a look in case something happens. Every round, when it looks like outsiders are down now, out of it. Knocking on Shush's door. Yabi as well. Little less experience on this side of the site, especially on a grand final fight. Yabi dancing with Flit. He's been a very imposing presence. James trying to chip away further as well. Look at this, the restraint. Do a frag. That's the round locked in for Heroic, but you can see this is another example. Outsiders will make you work for everything. You cannot relax.
it has to be a part of their gameplay as well, because they're so prevalent with the saving here, that if you lost those 2 opening kills, as they did in the first 20 seconds of the round, not just going to spawn and wait, because they will eventually find out there's no sound, there's nothing across the map, and then they will hunt you. But you need to stay somewhat puffed up, right? In a position where if you do get that kill, if a fight comes your way, if they do come aggressive, you can capitalize. And if you don't, well, then you can save in your safe haven that you can by yourself. It's fair to say as well that teams have got very good at getting information safely, more than at higher level than we've ever seen. We've got the jiggle peaks, obviously we've got jump spotting, there's different boosts, using that utility, right? There's a whole lot of different ways, and teams know that once you strafe out for that fight, you don't have to be committed to it. As I said earlier, information is power. Use your teammates. It is a team game here, and we do have a hero AK in the hands of Fame right now. They're trying to activate him, just trying to get the sleep out of his eyes and get him with his eyes on the prize. Yabi forward position. Who's responsible for underpass? That's down. You've got a 3-man setup here in mid. Now Shush will be on the jiggle. Kicker's gone walking and spots him. Surely that alerts outsiders there's likely going to be bodies in mid, and they are still coming. Forward position. Yabi aware and now noted. Down. That was his responsibility, but Fame with a hero does hero things, and he can just get another. In glory and bloodshed. Tested on window. Tested from the Dane. Bomb on the back of James. Cadian at the disadvantage. Or posted, and that smoke won't last forever. He has got that Tech 9 in order to facilitate any close combat he's required for. Heroic have really strung out Flip. Straight to the head of Shush, and this now falls apart for the Danish defense. There is an open plant, knocks him off it, delays, but Jane will get it down regardless. Yeah, it looks like Cadian's trying to back off and save here, but Norbert, room, you might be able to unravel this. If any sound cues are made, can relay that information, and Norbert just controlling. He doesn't need to strike until they overstep, and Tessus has done just that. Yeah, he's overstepped. Now could go down. Cadian. Ooh, careful now. Cadian with his orders back. Tessus trying to bodyguard the leader. Also with some parkour of his own. Okay, right now, and that was one AK, a couple of upgraded pistols. Fame, we're just talking about him, and he's that impact, and he's able to deliver here with not 1, but 2 kills to open up. 19-year-old. I said first major grand final. There's obviously pressure. I love the way the Death surmised this. Opportunity to win a major grand final and join the elite. This is every Counter-Strike player's dream. This is, if you're a completionist, the end. Something tells me James is a completionist. You know, everyone speaks so highly. Yakinda cannot stop talking about the way James sees. He thinks he's the smartest player he's ever played with and ever will play with. I mean, that is high praise from a player that we obviously regard highly. And Inferno'ല് ബാലൻസ് അങ്ങ് ദൂരെ ഒരു സൈഡിൽ പോയിരുന്ന ചാവില്ല. Walking this tightrope of confidence and arrogance. You've got to come into this server believing in your ability, but you don't want to fall into that trap, and that's when you see the game as well. I mean, it is, you know, almost one-to-one. Counter-Strike is very human. Yeah, for sure. I think this, at the end of the day, this is a competition, so you need to have that ego to some degree. To know that you're going to battle because you want to beat the 5 individuals on the other side of the server. You want to prove that you are the absolute best. But if you have, as you mentioned, that arrogance right there, and you overstep the mark, you start taking too many risks, it will come back to bite you in the ass with these details that we're trying to define here today. All right, well, everyone's got the zoom bang out. James and Cadian with a signature weapon. In-store, missed Molly. Cadian, opening. No damage inflicted. Flip just a bit of chip damage. Back of the box, down to half. Fame tries his luck on the same move. Again, Heroic. Draw blood with shrapnel alone. Down can extend that lovely dink. Obscured view, but Fame holds his nerve. And now Cadian for the finish. Oh, it cost him his life. That was a little arrogant. Goes for the finish. He was just for it. Didn't consider the James position. This is the info game again. A-ramp, nobody. They've actually given up the gap to Kickit, who is starting to come back around. Shush might get caught by a timing here. The 2 of these, they've had some awkward timing so far. Kickit's very aware, so is James, and this should be right here. The A-bomb site is open for business. Brilliant play. Fame again, going to get some credit. James. Utility as well. They can smoke towards spawn if they'd really like. Norbert has the power position over towards jungle. Still got flashes. Molly's in play. Yabi on the flank as well. Again,
Flanks on flanks on flanks. Flanking the flankers who flanked. And Yabby, how has he got this gap? Both there! Both there! Yabby! Impact! It looked like outsiders round now. The script flipped and only one more headshot. Catches flag. One to the head. Diffuse Cross don't fake. And Tessus, with their powers combined, will make a 5th round reality. Oh, okay. That's exactly what Yabby was brought in this team for. Replacing Refresh, brought in as the X factor. Around the world, this didn't seem possible, right? Traditionally, when that kill comes in, I said the site, they had it. It was open for business, but not accounting for this. James will be ready for everything. And that's what I was going to say. How rare is that? James not looking the right way? I don't see him caught out often. That's the 2B defenders as well, but here comes the aggression. They might be feeling a little bit rumbled right now. It's down, trying to give him a little bit more. Chips away at the toes. Flit knocked down slightly. They will relinquish control of that boost. So information going both ways here. But Heroic, they've seen enough. They're dropping back now, and let's see where else on the map they want to continue this proactive nature. Back to isolate the A defender. It's normally just kick it here on the default, but Norbert as well. And Norbert's just been a real safe pair of hands. I don't know if I'd want to trifle with him early. Oh, but Shush does. Successful. Onto the ramp presence. He caught both there, but look at this. There's no reaction from outsiders. They haven't started pushing anywhere across the map. They're still just defaulting through. Fame and Flit. And not broken. Tessus dropping back to support Cadian's AWP, who is somewhat out of the play here. It's always fun to watch how outsiders dig themselves out of trouble. Well, they have to rumble Stown and Shush on A. It looks likely as the bomb's starting to come up the ramp. A connector smoke, well timed. Kick it on the crawl. Now, Shush will be exposed. Spotted. Kick it. Laser vision. Got a free headshot there. Shush out, but he doesn't survive long enough for Stown. At least to shut him down. Outside is still making a very nice angle from the smoke. One and done. Fame to trade. 2-on-2. Very high stakes game. And the bomb is being planted. The pot shot to bait Yabby to crawl. I don't think they got the info on the walk through. Timing good. Damage better. Straight through the triple box. Getting Yabby a problem. No. Can you guys hear me? Absolutely unfazed by the state of play. Now they got a smoke. They don't have a kit. There is one there. There's actually one right in front of them. You can see that through the X-ray. Time-sensitive mission. Kit picked up. Oh, spots them both. Eliminates one. Fame holding his nerve in his first major. Never mind the grand final. He's lost him. He's completely lost him. That's nuts. He's opening and closing them now. That is fantastic from Fame here. Comfy stuff. The other big names of the world, and just watching him on this map specifically, his aim is out of control. He loves hitting the heads right here, and well, he puts on a show. Big rounds. Robotic. And that's പക്ഷെ എന്നാലും കോൾ ഔട്ട് ചെയ്യൂലേ റൈറ്റിലോട്ട് പോയെന്ന് that's a statement. The back and forth is really good as we find ourselves at 5-5. And Cadian, he was just scrambling. He was just trying to get out of dodge. I cannot believe they lost the positioning of Fame right there. So that is massive stuff for the young gun. No silencer on that AK. And that one might get under your skin. You feel like you misplayed it. You do have to shake it off. ഇതില് ഇവര് ടൈം ഔട്ട് എടുത്തിട്ട് അടുത്ത റൗണ്ടിൽ എന്ത് വാങ്ങണോന്ന് അതാണ് തീരുമാനിക്കും കറക്റ്റ് എന്ത് അടുത്ത റൗണ്ട് അവര് നോക്കുള്ളൂ ഇത് 4 അതായത് 2 ടീമിനും കൂടെ 4 ടൈം അല്ലല്ല 2 ടീമിനും 8 ടൈം ഔട്ടോ ടോട്ടൽ 8 മിനിറ്റ് ഒന്നുമില്ല 30 സെക്കൻഡ് 40 സെക്കൻഡ് 45 സെക്കൻഡ്. Looking for gaps. Heroic. They will exploit your weakness. They're just going to walk out Palace. സാധാരണ ഇവർക്കൊരു ബുക്കും പേപ്പറും ഉണ്ട്. You're just holding a nade in your hand, and now, yeah, it's down, desperately trying to bail his teammate out of trouble. Too late. Norbert makes it permanent. Shush forced to watch. Very light on nades. Down needs to find headshots and has done so onto Flit. James still a problem. Onto Cadian. Limited resources for Heroic to defend. ഫ്രണ്ടിലോട്ട് ഇതായി സ്ഥലത്ത് ആഴ്ത്തി വെച്ച്
He's on a flank here. അല്ല നീ എടാ റോജ നീ എക്കിന്റെ ഇത് നോക്കിയേ ഗൂഗിളിൽ ചുമ്മാ അവന്റെ സ്ക്രീന് Only the one, it's Fame, long range on the Galil. Safe. പേരെന്തിര്? ടീം ലിക്വിഡ് എക്കിന്ദർ YEKINDAR. അവ ഇരിക്കണം നോക്ക്, മോണിറ്ററിൽ മൂക്ക് മുട്ടിച്ചിരിക്കും. അത് സീജ് കളിക്കണ, സീജിന്റെ പ്രോ പ്ലേയേഴ്സ് എല്ലാവരും അങ്ങനെ ഇരിക്കണം. ഷൈക്കോ ഷൈക്കോ മറ്റേ ജോയ്സ്റ്റിക്ക് CSGO കളിക്കണവൻ. ഞാൻ കണ്ടതിൽ ഏറ്റവും കറക്റ്റ് അടിക്കണമെന്നൊന്നുമില്ല, CSGO അടിച്ചാ മതി. എന്താ അവന്റെ പേരെല്ലാം അടിച്ചാ മതി. സിൽവർ 5 വരെ കിട്ടാൻ പോണേണ്. ഇല്ല ഒരേക്കെ കിട്ടി. അത്രയും പേര് ഒരുമിച്ച് നോക്കിയിരിക്കുന്നു. അവർക്ക് AK എടുത്ത് സ്ഥലം വിടാല്ല വേണമെങ്കിൽ, ഒരേക്കെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞു. It is crazy to think that Fame's clutch was the break round, right? Because that was the catalyst for then Heroic to go into a round where they didn't have everything they needed and more. And then you're able to convert what is an easier round. They contacted out towards A, they had very poor positions, they convert that, and now into Eco. So you can see the flow-on effects of all these little rounds and the details that all add up. That's one thing that I think everyone loves about Counter-Strike is that whatever it is you provide in the round, be it a call, a frag, a multi-kill, കറാമ്പിറ്റിനൊക്കെ 1 ലക്ഷം sound cue heard and relayed to your team, it all has an impact in the 1 ലക്ഷം ഇല്ല, result around. കറാമ്പിറ്റൊക്കെ അത്രയൊക്കെ Every single വിചാരിക്കാം, detail ഒന്നിന്റെ ഉള്ളിൽ can have പ്രതീക്ഷിക്കാം. an effect on that final result. Lands to a slaughter right there. Yeah, well, we do see Abbey maintain the only AK. Of course, Kicket lost that after the one, so something to celebrate on, otherwise rather bleak round for the Danes. I don't think an AWP will be available for Cadian here, think so that's really that clear is the on conversation, is at least something they'll need to have in their game plan. But they've been very proactive with these rifles, right? We've seen a couple of times they want to take towards A, they've done some B pushes as well. Stoun's even had that jaunt up mid where it didn't result in a whole lot, but they want to show themselves first. And I think if you can get a kill or two early against a team like Outside, right? So it's going to make it a whole lot harder for them to get away with their smoke and mirrors and using that clock against you. So the buys are coming through. I saw Dastan today, saw him in the halls. He looks pretty focused, right? He's not a guy, you don't see him with a smile on the face too often here, but he definitely has some big insights. And we're talking about these teams and what they've been able to build and the sum of all their parts. Well, Dastan, he's been taking care of the other 4, while James been able to focus more on himself here, which helps with his in-game leadership and the impact he can have. And as an AWP in-game leader, you have to have impact. It shows as well, James. Clutch of the tournament so far. One of the many reasons they find themselves in this grand final. Now Fame, down, another name we must mention as he forces the conversation. A double kill forward on mid. Norbert is next victim. Stown with 3 and dips away. Baits into Tesses. And the whole squad just sent packing. 1 to go. James does hit the first. Somewhat of a crowd favorite, and that's for good reason. But ladies and gentlemen, with 6 grand in the bank, James. Crowdന്റെ സൗണ്ട് ഒന്നും കേൾക്കാനില്ല അല്ലേ? Long game. Yeah, I think so here. The commentators in the sound on he's his favorite game. He's been flanked a couple of times, so the likelihood for that is probably trickling through his mind. Yavi and Tessus are closing that door if he wants to head back to pick up the C4. Shushan's down to contend with Palace and A round for now. And this is a round where we will just see time sink off the clock. But this is where you have to make the choice of your heroic. We're getting late within this first half. Do you want to throw bodies at this to remove the AWP, where you may lose a couple, right? Because Jamie's definitely been hitting some shots. I know it's only 6 kills, but as you mentioned, this is his favorite game, and one where he would love to inflict some damage. So it might just be a stalemate here for the next 30 seconds or so. Gives us an opportunity to talk about Mr. Triple Kill. Stown, young gun, and a bit of a prodigy, a phenom for Danish Counter-Strike. I mean, there is a lot. Anyone that's Q and Face It knows there's a lot of Danish 5 stacks that hurt.
But Stown is king Mouse of it all of വലിക്കുക these masters of the mechanics. Well, this is the thing with Stown, right? He gets the title attributed to him like Jack of all trades because he can do it all, right? There's a joke that he's the best AWPer in Heroic, right? That's a bit of a gag. I would even laugh at that one, right? So Stown can do it all, right? And in terms of like superstar ascension, he doesn't have that same aura about him. But I think that's also because of this team. Like coming into this event, right? He played average for Stown standards within the Legend stage, and now in the playoffs, he's finding his form exactly when they need to. So maybe just preserving that energy to make sure he could deliver here on the big stage. But that was just deathmatch in mid, just pivoting around, taking those fights, willing to get in the face of outsiders, and that's what we discussed. Those aggressions, looking for those kills to then have the round simmer out. They just got 4 in quick succession. Nice recovery though, Heroic. The quick multi-kill into mid. You won't be seeing that again, I say, with bated breath. The nades, Flip knows and has learned his lesson. They don't stop coming. They obviously brought more bodies here because if they're going to bully us with pushes, we need to force them back. Mid is key real estate. Norbert, well, he's taking another piece. Tetris. James coming too. This looks like it could be a bit more of an early forward position out of Norbert, gives them room. They'll wait for the ghost sign. Now that smoke might delay their proceedings. Good util. Forces Norbert back. Wow, they just bought respect with nades alone. A very good little option to force him out of play. But here comes Flit and Fame. Rather standard. അവര് കഴിഞ്ഞ തവണ ബി ട്രൈ ചെയ്തപ്പോഴാണ് ഒപ്പ് ചെയ്തത്. ഈക്കോ റൗണ്ട് മാത്രമേ Nice find from the leader. One and done. Fame still an issue. Shush meets his fate. Double out of his M4 still, and Fame did take a lot through that smoke. Might want to just let James work. Let him work his magic. He's got the bomb down for you. These two, Fame and James, a potent pair. Up against the 3 of them. Tessus, if he can find it cleanly, does get spotted out by James. Relay of information. Fame is up close. Debate the switch. They're not looking. Good react out of Tessus. നേരത്തെ ചെയ്തു റിക്കോർഡ് ചെയ്തു. 1 bullet. 1 kill. Smoke on the bomb. Can he really find all 3? ഒക്കെ ഉണ്ട് കുറച്ച് ഇങ്ങനെ നടക്കാൻ പോകണ്ട. As he looks to find another. Caught out. Well played. Just enough time on that defuse. For a 7th for Heroic. I'm nervous every time the man's in a clutch. Yeah, right. It is a very scary factor right there, but I can imagine what was going through his head was the amount of times he's been flanked already in this game. So not only do you have to worry about whatever information Fame was trying to give to him, it's still a couple of unknowns in a round like this. And there was a chance to pick that one up, but Heroic are recovering this CT half right now. Remember, this is the map choice. The half win, even though it's the smallest of margins. An extra round buffer going into the break is going to likely mean a lot here for the Danes. Ooh, it's a Poundland buy. This is the thing. James saved AWP before with the extra cash he had. Now he has another AWP. So the impact he gets with this, that's been a carry-on effect, right? It's compounded from the previous rounds. That's why they're so lethal. So hard to put. Fame versus M4 and Stown wins this one. Wins this round in the head-to-head. Still kept level, courtesy of Flit through mid. Started you. Tessus might push B a little bit more here, and on the timing, the jiggle spotted Flit and Stown will exchange information there. The bomb is still down, so this push from Tessus, if he keeps going through the B apartments, he may bomb drop before outsiders have committed. I love this. First shush. Still gets one on the swing through. Tessus will find the bomb here. Round defining. Knife out. He doesn't know. Kicker has saved outsiders. Tessus. Where was he going? The bomb was there. I don't think he saw it. അയാൾ ബോംബിന്റെ മോളിൽ കൂടി ഓടിപ്പോയാണ് അറിയാണ്ട്. First chance, one across the bow from Cadian. Stown still here. Yeah, he can actually mantle up and deny that plant. Now 20 seconds as Kicker brings it through. They haven't pushed for CT. They'll be aware that's a threat. Molly, Stown, gonna have to do side. Oh wait, maybe doesn't spread. Maybe doesn't spread. Maybe doesn't spread. Planting, he can't deny. Has to stand still. And still jumps up. Doesn't find the frag he needed. Kicker alive, reloaded. Moisturized and in his lane because this is looking like an 8. Cadian with him. James doesn't miss these. As soon as you cross into his line of fire, whoa! Speed shot. From that orb,
1 AWP for Cadian. What can you hit? Not the same, and run on down. It is a 1-out half on the T side. Outstanding from the outside. It's a recovered half from Heroic. And this first map, highly competitive, the grand final should be. I can't wait to crown a champion later today. ഇവരുടെ ഈ ഇന്റർവെല്ലിലുള്ള ട്രെയിലർ അടിപൊളി. മൂവി ഏത് മറ്റേ ഇന്റർവ്യൂ ആണ്? ഇന്റർവ്യൂ അല്ല, മറ്റേ ബെസ്റ്റ് ഓഫ് 1 പറഞ്ഞിട്ട് ഓരോ പ്ലേയേഴ്സിന്റെ സിമ്പിൾ, ഓരോ ഫാളൻ, അങ്ങനത്തെ ഓരോന്ന്, അല്ലെങ്കിൽ ടീമിന്റെയോ. വേറൊരു കാര്യമുണ്ട്, ഇവരുടെ ആദ്യത്തെ ട്രെയിലർ ഉണ്ടല്ലോ, യൂട്യൂബിലെ ട്രെയിലർ കണ്ടിട്ടുണ്ടാ? ഈ മേജറിന്റെ ഭയങ്കര വിഷയം എഡിറ്റാ. മേജർ കമ്പനി കണ്ടി അടിപൊളി ആ ട്രെയിലർ. ശിവറാം ഉറങ്ങിയ? ഞാൻ ആരെ കിസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അടുത്ത കേസ് വാങ്ങണമായിരിക്കും. ഇതേതാ പഴം? മറ്റേ ടോക്ക് ടീഷർട്ട്. പിന്നെ ഇപ്പൊ പറ്റൂല. ബാംഗ്ലൂർ കേട്ടോ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളുണ്ടായിരുന്നല്ലോ. ഹലോ Good night.